രാവിലെ ഒരു 8:30 മണിയോട് കൂടി ഞാൻ ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് നേരെ കയറിയത് ഫിഷ് മാർക്കറ്റിലേക്കാണ്. ചെന്ന് കയറിയപ്പോൾ തന്നെ കണ്ടത് ഒരു കൊമ്പൻ സ്രാവിനെയാണ്. ഷാർക്ക് മാത്രമല്ല, വിവിധ തരം മീനുകൾ, കൊമ്പുള്ളതും കൊമ്പില്ലാത്തതും, നെയ്മീനും മറ്റുള്ള എല്ലാ മീനുകളും ഇവിടെ ഫ്രഷോടെ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. കാരണം ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് ഈ കടലുള്ളത്. അപ്പോൾ ഇവിടുന്ന് കടലിൽ നിന്ന് തന്നെ പിടിച്ചുകൊണ്ട് ഇവർ നേരെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. ജീവനോടെ തന്നെ നമുക്ക് വില പറഞ്ഞ് വാങ്ങിച്ചെടുക്കാം. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ പഴകിയ മീനും അതേപോലെ ഐസിട്ട മീനും ഒന്നും നമുക്ക് ഇവിടെ നിന്ന് കിട്ടില്ല. കാരണം അവർ നേരെ കടലിൽ, ഇതിൻ്റെ ബാക്കിലാണ് കടൽ, ആ കടലിൽ തന്നെ നേരെ മാർക്കറ്റിലേക്ക് പിടിച്ചുകൊണ്ട് വരുന്നു. നമുക്ക് ആ സ്പോട്ടിൽ തന്നെ ഇവരോട് വാങ്ങിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ തന്നെ ആൾക്കാർ മീൻ കട്ട് ചെയ്യാനായിട്ട് ഒരു സെക്ഷൻ നിർത്തിയിട്ടുണ്ട്. അതായത് വലിയ മീനുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കൊടുത്ത് ഒരു ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരത് കട്ട് ചെയ്ത് തരും. അത് കറക്റ്റായിട്ട് നമുക്കത് വീട്ടിൽ കൊണ്ട് കറി വെക്കുകയോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ലേലം വിളിയാണ് ഇവിടെ നടക്കുന്നത്. ഞാനും ഇത് ആദ്യം എന്താണെന്ന് നോക്കി, പിന്നാണ് എനിക്കും മനസ്സിലായത് ലേലം വിളിച്ച് ആൾക്കാർ അവരുടെ വില പറഞ്ഞിട്ട് നമുക്കിവിടുന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ്. ലേലത്തിൽ വെച്ച മീനുകൾ വില ഉറപ്പിച്ച് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണിത്. എന്താണെന്നറിയില്ല, ചെറുപ്പം മുതലേ തന്നെ മീൻ പിടിക്കുന്നതും മീൻ കാണുന്നതും അല്ലെങ്കിൽ മീൻ വെട്ടുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര കൗതുകം തന്നെയാണ്, അന്നും ഇന്നും എന്നും. മേ ബി ഒരു ആലപ്പുഴക്കാരനായിട്ടായിരിക്കും മീനോടുള്ള ഇഷ്ടം എനിക്ക് ഇത്ര കൂടാൻ കാര്യം. അകത്തെ കാഴ്ചകളെ കണ്ട് ഞാൻ ഇറങ്ങിയത് പുറത്തേക്ക് മീൻ പിടിക്കുന്ന ഏരിയയിലേക്കാണ്. അവിടെ